ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കുന്നത് ഉലുവ പൊടിക്കേണ്ട റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ കറികൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ഉലുവ എങ്ങനെ നല്ല ഗുണത്തോടു കൂടി പൊടിച്ച് വെക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോക്ക് വന്നപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുടെയെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാലും മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്കെങ്ങനെ ഉലുവ പൊടിക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 1/2 കപ്പ് ഉലുവയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് മതി, കാരണം നമ്മൾ ഒരുപാട് പൊടികളൊന്നും കറിയിൽ ഉപയോഗിക്കില്ല. ഒരു 1/4 ടീസ്പൂണൊക്കെ നമ്മൾ ഇടുള്ളൂ. അപ്പോൾ അത്ര പൊടിച്ച് വെച്ചാൽ ഒരുപാട് ദിവസം നമുക്ക് ഉപയോഗിക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഉലുവ നന്നായിട്ട് കഴുകി ഒന്ന് ഡ്രൈ ആക്കി എടുത്താണ് കേട്ടോ. നമുക്ക് വെയിലത്ത് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കാം, അല്ലെങ്കിൽ അങ്ങനെ പറ്റാത്തവരാണെങ്കിൽ നന്നായിട്ട് തുടച്ചെടുത്തിട്ട് അങ്ങനെ നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. വെള്ളം തന്നെ ഉണ്ടാവാൻ പാടില്ല. പിന്നെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്താണ്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കണം. പാൻ ചൂടായതിനു ശേഷം നമുക്ക് ഉലുവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക, കാരണം ഉലുവ പെട്ടെന്ന് വറുത്ത് കിട്ടുന്ന സാധനമല്ല. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ വറുക്കുക കേട്ടോ. അപ്പോൾ ഉലുവയുടെ ഗുണങ്ങളൊക്കെ ഒരുപാട് നിങ്ങൾക്ക് അറിയുണ്ടാവും. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ ഉലുവനെ കൊണ്ട്. നമുക്ക് ഷുഗർ കുറയാൻ, കൊളസ്ട്രോൾ കുറയാൻ, അതുപോലെ നമ്മളെ ഹെയർ ഗ്രോത്തിന് ഈ ഉലുവയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റാമിനും ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ മുടിക്കാണെങ്കിലും സ്കിന്നിനാണെങ്കിലും മുടി കൊഴിച്ചിൽ തടയാൻ, അതുപോലെ മുടി വളരാനൊക്കെ ഒരുപാട് ഗുണം ചെയ്യട്ടെ ഈ ഉലുവ. ഇപ്പോൾ നമ്മളൊന്ന് വറുത്തതിന് ശേഷം നമ്മൾ ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ടിട്ട് കൊടുത്തത്. കറിവേപ്പില കഴുകി നനവില്ലാതെ ഡ്രൈ ആക്കിയിട്ട് തന്നെ തുടച്ചെടുക്കുക. നനവുണ്ടെങ്കിൽ ഒന്ന് തുടച്ചെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ കറിവേപ്പില നന്നായിട്ട് ഡ്രൈ ആയി വരണം. അതുവരെ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. കറിവേപ്പിലക്കും ഈ ഉലുവയുടെ ഗുണങ്ങൾ ഒരുപാടില്ലേ, അതുപോലെ തന്നെ ആ സെയിം ഗുണങ്ങൾ നമുക്ക് ഈ കറിവേപ്പിലിനെ കൊണ്ട് കിട്ടും. ഷുഗർ കുറയാൻ, കൊളസ്ട്രോൾ കുറയാൻ, ഹെയറിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യട്ടെ ഈ കറിവേപ്പില. ഒരുപാട് അതേ ഗുണങ്ങളും കറിവേപ്പിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കറിയിൽ ഇടുകയാണെങ്കിലും കഴിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഒരുപാട് വേസ്റ്റായി കളയുന്നതാണ് ഈ കറിവേപ്പില. പക്ഷെ ഒരുപാട് ഗുണങ്ങൾ ഇതിലുണ്ട്. നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതായത് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അതങ്ങ് നോക്കുമ്പോൾ തണ്ട പൊടിയുന്ന കണ്ടില്ല. ആ കറിവേപ്പില ഇതുപോലെ പൊടിയുന്ന രീതിയിലാവണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് സ്റ്റേജ് ഇട്ട്. അല്ലാതെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഗുണങ്ങൾ കിട്ടില്ല, ടേസ്റ്റ് കിട്ടില്ല. ഇത് നമ്മൾ കറിയിൽ ഇടുകയാണെങ്കിലും നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക കേട്ടോ. നമ്മൾ കറിയിലൊക്കെ ഉലുവപ്പൊടി കുറച്ച് 1/4 ടീസ്പൂണൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക. സാമ്പാറിനാണെങ്കിലും ഫിഷ് കറിക്കാണെങ്കിലും നമ്മൾ ഇടുമല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ കറിവേപ്പില ചേർത്താൽ. ഒരുപാട് ഗുണങ്ങൾ ഇതുകൊണ്ടുണ്ട്. ഈ രണ്ട് ഒരുമിച്ച് വരുമ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ആ പാനിൽ തന്നെ ഇരിക്കുമ്പോൾ ചൂട് ഇതാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പ്ലേറ്റിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം നനവില്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ജാർ എടുത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ജാർ ഏതാ പെട്ടെന്ന് എല്ലാം പൊടിയെന്ന് വെച്ചാൽ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. ഉലുവ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഹെയർ സെറം ഉണ്ടാക്കും. അതുപോലെ ഉലുവയും കറിവേപ്പിലിട്ട് വെള്ളം തിളപ്പിക്കുക. എന്നിട്ട് അതിനുശേഷം അത് അരിച്ചെടുക്കുക. അരിച്ചെടുത്ത് ആ വെള്ളം സെറാക്കിയിട്ടും നമുക്ക് തലയിൽ തേക്കുന്നത് നല്ലതാണ് കേട്ടോ. ഹെയർ ഗ്രോത്തിനാണെങ്കിലും ഹെയർ കൊഴിയാതിരിക്കാനൊക്കെ തേക്കുന്നത് നല്ലതാണ്. ഇനി നമ്മളിപ്പോൾ എന്ത് വെള്ളം ഉലുവ വെള്ളം കുടിക്കുകയാണെങ്കിലും ഇത് രണ്ടും തിളപ്പിച്ചിട്ട് നമുക്ക് കുടിക്കാനും പറ്റും. അതൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ, ഇപ്പോൾ വേറെ അസുഖങ്ങൾക്കും ടാബ്ലറ്റ് കഴിക്കുന്നവരോ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഈ റെമഡി എന്നല്ല എന്ത് ഹോം റെമഡി ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം ചെയ്യുക കേട്ടോ. കാരണം പല അസുഖങ്ങൾക്കും പല ടാബ്ലറ്റും മരുന്നുകളൊക്കെ കഴിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർ നമ്മൾ വീട്ടിൽ സ്വയം ഒന്നും ചെയ്യാതെ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം ചെയ്യുക കേട്ടോ. ഇപ്പം നമ്മളതാ പൊടിച്ച് ഒക്കെ കഴിഞ്ഞ് അതൊന്ന് ചൂടാറിയതിന് ശേഷം നല്ല ഗ്ലാസ് ബോട്ടിലേക്കോ നിങ്ങളുടെ കയ്യിൽ ഏത് ജാറാച്ചാൽ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഇനി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നനവില്ലാത്ത സ്പൂൺ വെച്ച് ഉപയോഗിക്കുക. എടുക്കുന്ന ഗ്ലാസ് ജാറാണെങ്കിലും ഗ്ലാസ് ബോട്ടിലാണെങ്കിലും നനവില്ലാത്ത എടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് കാലം ഈ പൊടി നമുക്ക് കറിയിൽ യൂസ് ചെയ്യാനും എല്ലാത്തിനും എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്ര നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.